ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം അർത്ഥം സഹിതം നോക്കി. ബാക്കി ഭാഗങ്ങൾ നമുക്ക് ഇന്ന് നോക്കാം. വദനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? കാമദേവൻ്റെ മംഗളഭവനമായ മുഖത്തിന് പ്രവേശന ദ്വാരമാകുന്ന പുരികക്കൊടികളോടു കൂടിയവൾ. ഇതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇവിടെ ഭഗവതിയുടെ മുഖത്തിനെ കാമദേവൻ്റെ ഭവനമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. തോരണം എന്ന പദത്തിന് വളച്ചുവാതൽ എന്നൊരർത്ഥമുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ പ്രധാന വാതിലിൽ അലങ്കാരത്തിനും ഐശ്വര്യത്തിനും വേണ്ടി ചില വൃക്ഷങ്ങളുടെ ഇലകളും മാലകളും തൂക്കിയിടാറുണ്ട്. അതിനെ കുറിക്കുവാനും ഈ തോരണം എന്ന പദം ഉപയോഗിക്കുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, പല വീടുകളുടെയും പ്രധാന വാതിലിൻ്റെ മുമ്പിൽ ആ വാതിലിൽ ഇങ്ങനെ ആലിലയും അതുപോലെ തന്നെ മാവിൻ്റെ ഇലയുമൊക്കെ തൂക്കിയിടുന്നത്. കേരളത്തിൽ അത് പതിവില്ല, പക്ഷേ തമിഴ്നാട്ടിലേക്കും ആന്ധ്രയിലേക്കുമൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് ധാരാളമായിട്ട് കാണാനായിട്ട് സാധിക്കും. ആന്ധ്രയിലൊക്കെ കുമ്പളങ്ങ ഒക്കെ തൂക്കിയിടുന്നതായിട്ടും കാണാനായിട്ട് സാധിക്കും. ഇത് ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നാണ് സങ്കല്പം. ഇവിടെ ഭഗവതിയുടെ പുരികക്കൊടികളെ കാമദേവൻ്റെ മംഗളഭവനമായ മുഖത്തിൻ്റെ തോരണങ്ങളായി കൽപ്പിച്ചിരിക്കുന്നു. ഇത് ഭഗവതിയുടെ സൗന്ദര്യത്തെ കുറിക്കുന്നു. നിങ്ങൾക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. വക്ത്രലക്ഷ്മീ പരീവാഹ ചലന്മീനാഭലോചന. എന്താണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം? വക്ത്രലക്ഷ്മിയുടെ പരീവാഹത്തിൽ ചലിക്കുന്ന മീനുകളെ പോലെ ശോഭിക്കുന്ന കണ്ണുകളുള്ളവൾ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. സാധാരണ എല്ലാ ജീവികളും കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് ആ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാറുണ്ട്, മുലപ്പാൽ കൊടുക്കാറുണ്ട്. പക്ഷേ മീനുകൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് മുലപ്പാൽ കൊടുത്തല്ല എന്നാണ് പറയുന്നത്. മീനിൻ്റെ കണ്ണുകൊണ്ടുള്ള നോട്ടം കുഞ്ഞുങ്ങൾക്ക് പോഷണമാണ് എന്നാണ് കവിസങ്കല്പം. ദേവിയുടെ കണ്ണുകളെ മീനുകളോട് ഉപമിച്ചിരിക്കുന്നു ഇവിടെ. അതിൻ്റെ അർത്ഥം എന്താണ്? ദേവിയുടെ ഒരു കടാക്ഷം കൊണ്ട് ഭക്തന്മാർക്ക് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാകുന്നു എന്നാണ് ഈ വരികളുടെ അർത്ഥം. ഇവിടെ വക്ത്രലക്ഷ്മി എന്ന് പറഞ്ഞിരിക്കുന്നു. മുഖകാന്തിയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പരീവാഹം എന്നുദ്ദേശിച്ചിരിക്കുന്നത് ഒഴുക്കിനെയാണ്. അതായത് ഭഗവതിയുടെ ഒരു നോട്ടം മതി ഭക്തന്മാർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകുന്നതിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവതിയുടെ കടാക്ഷത്തെ, കണ്ണുകൊണ്ടുള്ള കടാക്ഷത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ശ്ലോകം നോക്കാം. നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാചിത. അർത്ഥം: പുതുതായി വിടർന്ന ചമ്പകപ്പൂവിൻ്റെ ശോഭയും അഴകുമുള്ള മൂക്കുകൊണ്ട് ശോഭിക്കുന്നവൾ എന്നാണ് അർത്ഥം. നാസാദണ്ഡം അത് മൂക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ഭഗവതിയുടെ മൂക്കിനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഭഗവതിയുടെ മൂക്ക് എങ്ങനെ ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്? പുതുതായി വിടർന്ന ചമ്പകപ്പൂവിൻ്റെ ശോഭയും അഴകും ഉള്ള മൂക്കുകൊണ്ട് ശോഭിക്കുന്നവൾ എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര. അർത്ഥം: താരാകാന്തിയെ തിരസ്കരിക്കുന്ന നാസാഭരണം കൊണ്ട് ഭാസുരയായവൾ എന്നാണ് അർത്ഥം. താരാകാന്തി എന്നുദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? നക്ഷത്രത്തിൻ്റെ പ്രകാശത്തെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. താരാകാന്തി, താരം നക്ഷത്രം. തിരസ്കരിക്കുന്ന അർത്ഥം തോൽപ്പിക്കുന്ന.
നാസാഭരണം എന്താണ്? മൂക്കുത്തി. ഭാസുരയായവൾ, ശോഭിക്കുന്നവൾ. ഭഗവതി അണിഞ്ഞിരിക്കുന്ന മൂക്കുത്തിയിലെ രത്നത്തിൻ്റെ ശോഭ ശുക്രനക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ തോൽപ്പിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ശോഭയുള്ള നക്ഷത്രമാണ് എന്ത്? ശുക്രനക്ഷത്രം. ആ ശുക്രനക്ഷത്രത്തിൻ്റെ പ്രകാശത്തേക്കാൾ വലിയ ശോഭയുള്ള മൂക്കുത്തിയാണ് ഭഗവതി അണിഞ്ഞിരിക്കുന്നത്. അംബികയുടെ മൂക്കൂത്തിയെയാണ് ഇവിടെ എന്തു ചെയ്തിരിക്കുന്നത്? വർണ്ണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള മൂക്കൂത്തി അണിഞ്ഞ അംബികയെ ഇവിടെ വർണ്ണിക്കുന്നു, നമ്മൾ നമസ്കരിക്കുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ 4 ശ്ലോകങ്ങളാണ് പഠിച്ചത്. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്താണ്? കാമദേവൻ്റെ മംഗളഭവനമായ മുഖത്തിന് പ്രവേശനദ്വാരമാകുന്ന പുരികക്കൊടികളോട് കൂടിയവൾ. അതായത് ദേവിയുടെ, അംബികയുടെ മുഖം കാമദേവൻ്റെ ഗൃഹമാണ്. ആ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ആദ്യത്തെ പ്രധാന വാതിലിൽ ചാർത്തിയിരിക്കുന്ന തോരണങ്ങളോടാണ് ഭഗവതിയുടെ പുരികത്തെ ഉപമിച്ചിരിക്കുന്നത്. പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭഗവതിയുടെ മുഖത്ത് ചലിക്കുന്ന കണ്ണുകൾ, ആ കണ്ണുകളോട് കൂടിയ, അതായത് മീനുകളെ പോലെയുള്ള കണ്ണുകളോട് കൂടിയ മുഖം അംബികയ്ക്കുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അംബികയുടെ അതിസുന്ദരമായ മുഖത്ത് ചലിക്കുന്ന മീനുകളെ പോലെയുള്ള അംബികയുടെ കണ്ണുകൾ. അത്ര മനോഹരിയാണ് അംബിക. മീനിൻ്റെ ആകൃതിയോടുകൂടിയ കണ്ണുകളാണ്. മീനായിട്ടാണ് അവിടെ ഉപമിച്ചിരിക്കുന്നത്. മീനിൻ്റെ കണ്ണല്ല, മീനിൻ്റെ കണ്ണെങ്ങനെയാണ്? ഉണ്ടക്കണ്ണാണ്. അങ്ങനെയുള്ള കണ്ണാണെങ്കിൽ അത്ര സുന്ദരിയാവില്ല. പക്ഷേ മീനിൻ്റെ ആകൃതി എങ്ങനെയാണ്? അതേ ആകൃതിയിലുള്ള കണ്ണുകൾ. അപ്പോൾ അതിനെ മീനായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. നല്ല മീൻ, പലതരത്തിലുള്ള മീനുകളുണ്ടല്ലോ അല്ലേ? നല്ല ഭംഗിയുള്ള മീൻ. അംബികയുടെ ഒരു നോട്ടം കൊണ്ട് ഭക്തർക്ക് സകല ഐശ്വര്യങ്ങളും ഉണ്ടാകും എന്ന് സാരം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പുതുതായി വിടർന്ന ചമ്പകപ്പൂവിൻ്റെ ശോഭയും അഴകുമുള്ള മൂക്കോടു കൂടിയവൾ, അങ്ങനെയുള്ള മൂക്കുകൊണ്ട് ശോഭിക്കുന്നവൾ എന്നാണ് ഭഗവതിയുടെ മൂക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. പുതുതായി വിടർന്ന ചമ്പകപ്പൂവിൻ്റെ ശോഭയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ഭഗവതി അണിഞ്ഞിരിക്കുന്ന മൂക്കൂത്തിയിലെ രത്നത്തിൻ്റെ ശോഭ, അത് ശുക്രനക്ഷത്രത്തിൻ്റെ പ്രകാശത്തെ പോലും തോൽപ്പിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര ശോഭയുള്ള മൂക്കൂത്തി അണിഞ്ഞിട്ടാണ് അംബിക ഇരിക്കുന്നത്. ഇതെല്ലാം അംബികയുടെ സൗന്ദര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഈ ശ്ലോകങ്ങളുടെ എല്ലാം അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. അടുത്ത ചൊവ്വാഴ്ച ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നോക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അമ്മ മഹാമായയുടെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.